പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അടുത്തയാളായ ഗൗതം അദാനിക്കുമെതിരെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധം തടയിടാൻ നീക്കവുമായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസ് എംപിമാർ വസ്ത്രത്തിൽ സ്റ്റിക്കർ ധരിച്ച് പ്രതിഷേധം നടത്തിയ സാഹചര്യത്തിലാണ് സ്പീക്കറുടെ ഈ പുതിയ നീക്കം. ത്രിവർണ പതാകയല്ലാതെ ലാപ്പൽ പിന്നുകളോ ബാഡ്ജുകളോ ധരിക്കാൻ പാടില്ലെന്ന് സ്പീക്കർ എംപിമാരോട് നിർദ്ദേശിച്ചു. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനിടെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അംഗങ്ങൾ മോദി അദാനി ഏക് ഹേ, അതായത് മോദിയും അദാനിയും ഒന്നാണ്, അദാനി സേഫ് ഹേ, അദാനി സുരക്ഷിതനാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രിന്റ് ചെയ്ത സ്റ്റിക്കറുകൾ വസ്ത്രത്തിൽ പതിച്ച് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചത്. കോൺഗ്രസ് എംപിമാർ കറുത്ത ജാക്കറ്റിലാണ് സ്റ്റിക്കർ പതിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധി തന്റെ ഒപ്പു പതിച്ച വെള്ള ടീഷർട്ടിലാണ് സ്റ്റിക്കർ പതിപ്പിച്ചത്. ലോക്സഭാ നടപടിക്രമങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഉൾപ്പെടുന്ന റൂൾ 349 ലോക്സഭാ സ്പീക്കർ പ്രതിപക്ഷ പ്രതിഷേധത്തിന് തടയിടാൻ ഉദ്ധരിച്ചത്. പാർലമെന്ററി പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും നടപടികളുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാനും ഉത്തരവാദിത്തമുണ്ടെന്ന് എംപിമാരെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു. രാഹുൽ ഗാന്ധിയെ കൂടാതെ പ്രിയങ്ക ഗാന്ധി അടക്കം കോൺഗ്രസ് എംപിമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. മോദിയും അദാനിയും രണ്ടല്ലെന്നും അവർ ഒന്നാണെന്നും അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ മോദിക്ക് കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മോദി അന്വേഷണം നടത്തിയാൽ അദ്ദേഹം തന്നെ അന്വേഷിക്കപ്പെടുമെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. അതേസമയം അദാനി വിഷയത്തിൽ പ്രതിരോധത്തിലായ ബി.ജെ.പി അമേരിക്കൻ കോടീശ്വരൻ ജോർജ് സോറോസുമായി ബന്ധമാരോപിച്ച് കോൺഗ്രസിനെ തിരിച്ചടിച്ചു. സോറോസിന്റെ സഹായത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന മാധ്യമ സംഘടനയും കോൺഗ്രസും ഒറ്റക്കെട്ടാണെന്ന് ബി.ജെ.പി കുറ്റപ്പെടുത്തി. ഇരു കൂട്ടരും ചേർന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ മുന്നേറ്റവും പാർലമെന്റിന്റെ നടത്തിപ്പും താളം തെറ്റിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം ഇരുസഭയിലും ബി.ജെ.പി ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പേരെടുത്തു പറഞ്ഞുള്ള ആരോപണങ്ങളിൽ കോൺഗ്രസ് പ്രതിഷേധമുയർത്തി. ലോക്സഭ നിമിഷങ്ങൾക്കുള്ളിൽ പിരിഞ്ഞു. കോൺഗ്രസ് നടത്തിയ പ്രതിഷേധങ്ങളിൽ സഖ്യകക്ഷികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പങ്കെടുത്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം സമ്പൽ സന്ദർശിക്കാനൊരുങ്ങിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വഴിയിൽ തടഞ്ഞ വിഷയം ഉന്നയിക്കാൻ വ്യാഴാഴ്ച കോൺഗ്രസ് അവസരം ചോദിച്ചിരുന്നു. ശൂന്യവേളയിൽ അവസരം നൽകാമെന്ന് സ്പീക്കർ അറിയിച്ചതാണ്. എന്നാൽ ഇതു സംബന്ധിച്ച അടിയന്തര പ്രമേയ നോട്ടീസുകൾ സ്പീക്കർ തള്ളിയതിൽ കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിനിടയിൽ ബി.ജെ.പി അംഗം നിഷികാന്ത് ദുബെയെ സംസാരിക്കാൻ സ്പീക്കർ അപ്രതീക്ഷിതമായി അനുവദിച്ചതോടെ പ്രതിഷേധം തുടങ്ങി. കോൺഗ്രസിനു നേരെ നിഷികാന്ത് ദുബെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ മീഡിയ പാർട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ഉള്ളടക്കമെന്ന നിലയിലായിരുന്നു ആരോപണങ്ങൾ. ഇന്ത്യൻ പാർലമെന്റ് എങ്ങനെ കൂട്ടാമെന്നതാണ് OCCRPയുടെ ജോലി. കോൺഗ്രസും സംഘടനയുമായി ചേർന്ന് ഇന്ത്യൻ പാർലമെന്റിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെയും അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് ദുബെ ആരോപിക്കുകയുണ്ടായി. OCCRP റിപ്പോർട്ടുണ്ടാക്കിയാൽ ഉടനെ കോൺഗ്രസ് നേതാക്കൾ അത് പോസ്റ്റ് ചെയ്യുന്നു. പെഗാസസ്, ഹിൻഡർബർഗ്, കോവാക്സിൻ 3 വിഷയങ്ങളിൽ അത് പ്രകടമാണ്. ഇതോടെ പാർലമെന്റ് സ്തംഭിക്കും. കോവാക്സിൻ കമ്പനിക്കെതിരെയുള്ള നീക്കം ഇന്ത്യയെ ആഗോളതലത്തിൽ മോശമാക്കിയെന്ന് ദുബെ ആരോപിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി 10 ചോദ്യങ്ങളും ഉന്നയിച്ചു. ഇതോടെ KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയ്, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി എത്തി. ബി.ജെ.പി നുണ പറയുകയാണെന്നും രാഹുൽ ഗാന്ധി രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നും ഗൗരവ് എടുത്തു പറഞ്ഞു.